സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗർ. മാർച്ച് 18 വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 2,72,80,160 വോട്ടർമാരാണ് ഉള്ളത്. ഇത്തവണ കൂടുതൽ ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉണ്ടാകുമെന്നും 15 കമ്പനി സേനയെ സുരക്ഷയ്ക്കായി വിന്യസിക്കുമെന്നും സഞ്ജയ് കൗർ അറിയിച്ചു. 80% പോളിംഗാണ് ഇത്തവണ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സംവിധാനങ്ങളും സംസ്ഥാനത്ത് ഒരുക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി കമ്മീഷൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പിലാക്കും. വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പരാതികളുണ്ടെങ്കിൽ CVGIL എന്ന ആപ്പിലൂടെ അറിയിക്കാവുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ വളരെ ക്ലിയർ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. That what should be the matrix, escalation matrix, what should be the format for how we should deal with social media complaints. Number state and or nodal officer niyamichittundu. It is one of the IGs from the police or the cyber cell under adeyamana nodal officer. Or a complaint vanna kanal the escalation matrices first is other shari anengil it is ignored, false anengil. What we are going to do is immediately we issue a notice to the from wherever it has come, number 1. Number 2, or a police complaint file ചെയ്യും. നാമനിർദ്ദേശ പത്രിക നൽകുന്ന ഓഫീസ് പരിസരം CCTV നിരീക്ഷണത്തിലായിരിക്കും. സ്ഥാനാർത്ഥികളെക്കുറിച്ച് അറിയാൻ KYC ആപ്പും ഇത്തവണയുണ്ടാകും. നിലവിലെ കണക്ക് പ്രകാരം 2,72,80,160 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 1,31,84,573 പുരുഷ വോട്ടർമാരും 1,40,95,250 സ്ത്രീ വോട്ടർമാരുമുണ്ട്. മാർച്ച് 25 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. വോട്ടെടുപ്പിനായി 25,358 ബൂത്തുകൾ ക്രമീകരിക്കും. സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന 555 ബൂത്തുകളും ഇതിൽ ഉൾപ്പെടുന്നു. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർക്കും 40% വൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ വോട്ട് ചെയ്യാൻ കഴിയും. കൂടുതൽ ബൂത്തുകളിൽ ഇത്തവണ വെബ്കാസ്റ്റിംഗ് സംവിധാനമുണ്ടാകും. തെരഞ്ഞെടുപ്പ് ID കാർഡിന് പുറമെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള മറ്റു തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചും വോട്ട് ചെയ്യാനാകുമെന്നും കമ്മീഷൻ അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.